ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഇതിൽ ഞാൻ ബീട്രൂട്ട് പച്ചടിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. രാവിലെ തന്നെ കിച്ചണിലെത്തി ജനൽ തുറന്നപ്പോൾ പുറത്ത് രാത്രി മഴ പെയ്ത് റോഡൊക്കെ നല്ലോണം നനഞ്ഞ് വെള്ളമൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ചായക്കൊക്കെ വെള്ളം വെച്ച് ഇന്നലെ രാത്രി ഉമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മ വന്നപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളാണ്. ചക്ക ഉണ്ട്, പിന്നെ പത്തിരി, ഇറച്ചി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഉണ്ടാക്കാനില്ല. അത് ബീഫും പത്തിരിയൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അതൊന്ന് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് തുറന്ന് വെക്കുകയാണ്. നല്ല വാഴൻ്റെ ഇലയിലൊക്കെ പൊതിഞ്ഞിട്ടാണ് പത്തിരി ഉള്ളത്. പിന്നെ എന്താ പറയുക, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആവുമല്ലോ. അതുപോലെ തന്നെ നല്ല വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞു ബീഫ് ആവും. തണുപ്പോട് കൂടി തന്നെ ഞാനൊരു പീസ് എടുത്ത് കഴിച്ചു. നാട്ടിലത്തെ ബീഫ് വേറെ തന്നെ, ഇവിടെ കിട്ടുന്ന പോലെ അല്ലല്ലോ. നാട്ടിലത്തെ ബീഫിന് പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോഴേക്കും വെള്ളമൊക്കെ തിളച്ച് ചായയൊക്കെ റെഡിയായി. ഉച്ചക്കൊക്കെ വേണ്ടിയിട്ട് മീൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് തലേന്ന് രാത്രി തന്നെ എടുത്ത് പുറത്ത് വെച്ചതായിരുന്നു. പക്ഷെ ഇപ്പോഴും ഐസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, തണുപ്പൊന്നും പോയിട്ടില്ല. അപ്പോൾ അതെടുത്തിട്ട് വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. ഇനി മീൻ മസാല പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളിൻ്റെയും പേസ്റ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒന്നിച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കാറാണ്. ഇതുപോലെ വെളുത്തുള്ളി ഒന്ന് അടിച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തൊലി പൊളിച്ചെടുക്കാൻ പറ്റും. ഉമ്മ നാട്ടിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഉമ്മ വന്നപ്പോൾ കുറേ ബേക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ട് ഒരു കട്ടനൊക്കെ കുടിച്ചിട്ടാണ് ബാക്കി പണികളൊക്കെ തുടങ്ങിയത്. ഇനി ഉച്ചക്കത്തേക്കുള്ള ചോറ് വെക്കണം. അതിന് വേണ്ടിയിട്ട് അരി എടുക്കുകയാണ്. കുക്കറിലാണ് ഞങ്ങളിവിടെ ചോറ് വെക്കാറ്. അപ്പോൾ അരി കഴുകാൻ തുടങ്ങിയ സമയം കൊണ്ട് തന്നെ കുക്കറിൽ വെള്ളവും നിറക്കാൻ വെച്ചിട്ടുണ്ട്. മട്ട അരിയാണ്. അതാകുമ്പോൾ നല്ല വേവുള്ള അരിയായ കാരണം കുക്കറിൽ വെക്കുന്ന വേണം. അരിയിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ചിട്ട് ഗ്യാസിൽ വെക്കാം. ഇനി ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ബീട്രൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 ബീട്രൂട്ടേ ആവശ്യം വന്നിട്ടുള്ളൂ. ഞാനത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 ചോപ്പ് ചെയ്തപ്പോൾ തന്നെ അത് 3 ആവശ്യമില്ല എന്ന് തോന്നിയപ്പോൾ പിന്നെ ഞാൻ 2 ഉപയോഗിച്ചിട്ടുള്ളൂ. തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ബീട്രൂട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഇനി ഇതുപോലത്തെ ചോപ്പർ ഇല്ലെങ്കിൽ നോർമൽ നമ്മൾ തേങ്ങ ഒക്കെ പൊടിക്കുന്ന മിക്സിൻ്റെ ജാറിലിട്ടിട്ടും
ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്, ഒന്ന് ക്ലീൻ ആക്കിയിട്ട്. ഇതുപോലെ പേപ്പർ ഇട്ടിട്ട് ക്ലീൻ ചെയ്താൽ പിന്നെ തറയിലൊന്നും ആവില്ല. ഈ ചിരവയും പുതിയതാണ്, അത് ഞാനിപ്പോൾ പൊട്ടിക്കുന്നേ ഉള്ളൂ, ഉമ്മ കൊണ്ടുവന്നതാണ്. ഇതിങ്ങനെ അവിടെ കൗണ്ടർ ടോപ്പിൽ തന്നെ വെക്കാൻ പറ്റിയ ടൈപ്പാണ്, അതുകൊണ്ട് നമുക്ക് നല്ല സൗകര്യമാണ്. തേങ്ങ ചിരവി കഴിഞ്ഞു. ഇനി ചിരവൊന്ന് ക്ലീൻ ആക്കിയിട്ട് മാറ്റി വെക്കാം. ബീട്രൂട്ടിൻ്റെ പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാൻ 1 കപ്പ് തേങ്ങ, ഞാൻ ഒരു 2 പിടി തേങ്ങയാണ് എടുത്തത്. അതിലേക്ക് 2 പച്ചമുളക്, 2-3 വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 2-3 ചെറിയ ഉള്ളി, അര ടീസ്പൂൺ കടുക്, അര ടീസ്പൂൺ ചെറിയ ജീരകം, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ പരുവത്തിലാണ് തേങ്ങ അരച്ചെടുക്കേണ്ടത്. ബീട്രൂട്ട് പച്ചടി വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ എൻ്റെ അടുത്തുള്ളത് കട്ടായിട്ടുണ്ട് തണുപ്പായ കാരണം. അപ്പോൾ അതൊന്ന് ചൂടാക്കി മെൽറ്റാക്കി എടുക്കുകയാണ്. പൊട്ടുന്ന കുപ്പിയായ കാരണം ഇങ്ങനെ മെൽറ്റാക്കി എടുക്കാൻ പറ്റും. ഇനി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് പാകത്തിന് കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരണം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ 2 വറ്റൽമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും ചോറ് കുക്കറിൽ വിസിലടിച്ചിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുക്കറിൻ്റെ. ബീട്രൂട്ടിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നേരത്തെ അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് വേണം, തൈര് ചേർത്ത് കൊടുക്കുക. തൈര് നല്ല കട്ട തൈരായിരുന്നു, അപ്പോൾ ഞാൻ ഇളക്കി മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കാം. ഇനി ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായി. ഇന്ന് ഫ്രൈഡേ ആയ കാരണം എല്ലാവരും നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ഉറങ്ങിയിട്ടൊക്കെ എണീറ്റിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും എണീറ്റിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ബീഫൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ബീഫിൻ്റെ തണുപ്പൊക്കെ പോയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അത് ചൂടാക്കി വന്നപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഇങ്ങനെ ബീഫ് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി പത്തിരി ഒന്ന് ചൂടാക്കി എടുക്കണം. പത്തിരി ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ചൂടാക്കുന്നത്. 2 ട്രിപ്പായിട്ട് കുറേശ്ശെ എടുത്തിട്ടാണ് ചൂടാക്കി എടുക്കുന്നത്.
ആ സമയം കൊണ്ട് മീനും കഴുകി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പത്തിരിയും അതുപോലെ തന്നെ ചൂടാക്കിയെടുത്തു. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി ടേബിളിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നല്ല പത്തിരിയും ബീഫൊക്കെ കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്ലീനിങ്ങും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. പിന്നെ ലഞ്ചിനുള്ള കറി റെഡിയാക്കിയിട്ടുണ്ട്. പരിപ്പ് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് താളിച്ച് വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം ചേർത്തിട്ട് ഒന്ന് താളിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ലഞ്ചിനുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇനി മീനൊന്ന് പൊരിച്ചെടുക്കണം. മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രൈ പാനിൽ തന്നെയാണ് കറി താളിച്ച് വെച്ചതും. ഇപ്പോൾ രണ്ടിനും കൂടെ ഒരു പാൻ തന്നെ മതിയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. പുറത്ത് ഇന്ന് നല്ലൊരു ക്ലൈമറ്റാണ്. വലിയ വെയിലൊന്നും ഇല്ല. രാത്രി മഴയൊക്കെ പെയ്ത കാരണം നല്ല തണുപ്പും ഒക്കെ ആയിട്ടുണ്ട്. തേങ്ങ ഒന്ന് ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് ചിരവി വെക്കും. എന്നിട്ട് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി ഇതുപോലൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാറാണ് പതിവ്. എന്നാൽ പിന്നെ ആവശ്യം വരുമ്പോഴൊക്കെ അതിൽ നിന്ന് കുറേശ്ശായിട്ട് എടുത്ത് ഉപയോഗിക്കുക. ചക്ക കുറച്ച് ചുളയൊക്കെ എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല മധുരമുള്ള ചക്കയായിരുന്നു. കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞു. ഫുഡൊക്കെ റെഡിയായി. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് ചെടികളൊക്കെ ഒന്ന് നന്നാക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ചട്ടിയും ഒക്കെ കുറച്ച് ശരിയാക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തു. കുറച്ച് ചെടിയേ ഉള്ളൂ ഇവിടെ. ബാൽക്കണിയിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ചെടികളേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ നന്നാക്കി അതിൻ്റെ ഉണങ്ങിയ ഇലകളും ഒക്കെ ഒന്ന് ഒഴിവാക്കി കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രഷാക്കി കൊടുത്തു. ഇത് അബി വെച്ചതാണ്. അമര കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കുരുവെടുത്തിട്ട് ഇതിൽ അമർത്തി വെച്ചിരുന്നു അവൾ. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ വെച്ച കാരണം അത് പൊങ്ങി വന്നപ്പോൾ മുകളിലായിപ്പോയി. അതൊന്ന് താത്തി വെച്ച് കൊടുക്കണം. പിന്നെ ഇതിലും ഇതുപോലെ തന്നെ ഉണങ്ങിയ ഇലകളും ഉണങ്ങിയ പൂക്കളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചില ചെടികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുത്ത് ഒന്ന് ക്ലീനാക്കി എടുത്തു. ഈ ബോക്സിൽ ഞാൻ ഉള്ളി വെച്ചിട്ടുണ്ട്, സവാള 2-3 വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഇഞ്ചിൻ്റെ കഷ്ണം വെച്ചിട്ടുണ്ട്. അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്, നല്ല വലുതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉണങ്ങിയ ഇലകളും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഞാൻ തക്കാളി ഇതിൽ വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. തക്കാളി നല്ല കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് 2-3 തൈ പറിച്ചെടുത്തിട്ട് ചെറിയ ചട്ടിയിലേക്കൊന്ന് മാറ്റി നട്ടു കൊടുത്തു. അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ പണികളൊക്കെ ഒന്ന് ചെയ്തു.
അതുപോലെ കറിവേപ്പിലയും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അത് വാങ്ങി വെച്ചതാണ് തൈ. അപ്പോൾ വാങ്ങിയിട്ട് ഒരു മാസമായി, ഇതുവരെ ഒന്നും അതിനൊരു മാറ്റവും വന്നിട്ടില്ല, അതുപോലെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഒന്നുകൂടെ തളിർത്ത് വരികയാണെങ്കിൽ വരുമെന്ന് വിചാരിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതാണ്. എന്താവും അറിയൂല. ഇത് ഓറഞ്ചിൻ്റെ കുരു ഞാൻ അതിലൊന്ന് വെറുതെ ഇട്ട് കൊടുത്തിരുന്നു, അപ്പോൾ അതൊക്കെ അതിൽ മുളച്ച് വന്നിട്ടുണ്ട്. ഇത് പയറാണ്, പയറും മത്തനൊക്കെ ഉണ്ട്. ഒക്കെ വലുതായി വരുമോ എന്താണെന്ന് അറിയൂല. അങ്ങനെ എൻ്റെ ചെറിയ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും എല്ലാവരും പള്ളിയിലൊക്കെ പോയി വന്നു. പിന്നെ ലഞ്ച് കഴിച്ചു. അബി രാവിലെ പത്തിരിൻ്റെ ഇല കണ്ടപ്പോൾ അവൾക്ക് അതിൽ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ അതിലാണ് ചോറ് കഴിച്ചത്. അവൾ കൂടുതലും ബീട്രൂട്ടിൻ്റെ പച്ചടി കൂട്ടിയിട്ടാണ് ചോറ് കഴിച്ചത്. പിന്നെ മധുരം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിന് ചക്കര മിഠായി എന്ന് പറയും, ജിലേബി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മധുരം കഴിക്കുക എന്നുള്ളത് ചിലർക്കൊക്കെ ഉള്ള ഒരു ശീലമായിരിക്കുമല്ലോ. എനിക്കും അതുപോലെ ഒരു ശീലം ചെറുതായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉറങ്ങിയൊക്കെ എണീറ്റതിന് ശേഷം പിന്നെ വൈകുന്നേരം ഒരു കോഫിയും പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കലത്തപ്പം ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തിറങ്ങി. കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 to 10 ഷോപ്പിലാണ് പോയത്. ഇന്ന് ടോയ്സുകളൊക്കെ വെക്കാൻ ഒരു കോട്ടൻ്റെ ബാസ്ക്കറ്റ് ഒക്കെ എടുത്തു. എനിക്ക് പിന്നെ സ്കെയിൽ വേണമായിരുന്നു, അപ്പം ഞാൻ സ്കെയിൽ എടുക്കാൻ പോയി. അവിടെ ഒരുപാട് ക്രാഫ്റ്റിന് പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ വാങ്ങിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ. അബിക്ക് സ്കൂളിലേക്ക് ആവശ്യമുള്ളതൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കാറാണ്. പിന്നെ ഹുക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഹുക്കിൻ്റെ പല ടൈപ്സും അവിടെ ഉണ്ട്. അപ്പോൾ ഏതാണ് നല്ലതെന്ന് നോക്കിയിട്ട് അതെടുത്തു. പിന്നെ അതുപോലെ വേസ്റ്റ് വാരാനുള്ള ഈ ബ്രഷും ഇതും ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതും നല്ലത് നോക്കിയിട്ട് അതെടുത്തു. ടേബിൾ ഷീറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് പിങ്ക്. പിങ്ക് എടുത്തു ഞാൻ. ടോപ്പ് പോയാൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. അവിടെ പോയാൽ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ടോയ്സൊക്കെ കിട്ടും. സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ പോവാണ്. പിന്നെ ഞങ്ങൾ നസ്താള് പോയി. വൺ ടു ടെൻ ഷോപ്പിൽ നിന്ന് പിന്നെ നേരെ ഞങ്ങൾ നെസ്റ്റോയിലാണ് പോയത്. നെസ്റ്റോന്ന് സോഡ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ
അവിടുന്ന് സോഡയും പിന്നെ അബിക്ക് അവള് ജ്യൂസ്, പാല്, പുഡിങ് എന്നൊക്കെ പറഞ്ഞ് പലതും അവൾക്ക് ഏതാ എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയായിരുന്നു ഏത് വേണമെന്ന്. പിന്നെ അവസാനം ഒരു പുഡിങ്ങുമ്മ ഉറപ്പിച്ചു. ബില്ലാക്കുന്നിടത്ത് വീഡിയോ എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ ക്യാഷ് കൊടുത്തോളാം, ഞാൻ പൈസ തിരിച്ച് മേടിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് സാധനമൊക്കെ അവൾ തന്നെയാണ് വാങ്ങിയത്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തന്നെയാണ് പോയത്. വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ നന്നാരി സർബത്ത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടാണ് സോഡ വാങ്ങിച്ചത്. അപ്പോൾ ഉമ്മ നാട്ടിൽ നിന്ന് വന്നപ്പോൾ നന്നാരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സോഡയും വാങ്ങിച്ച് വന്നിട്ടുള്ളത്. നന്നാരി സർബത്ത് ഉണ്ടാക്കി ഞാൻ പറഞ്ഞുതരാം. ജാറിലേക്ക് ലെമൺ ജ്യൂസ്, നന്നാരി, സോഡ, വെള്ളം, കസ്കസ് ഉണ്ടെങ്കിൽ കസ്കസും ചേർത്ത് കൊടുക്കുക. ഇന്ന് നമ്മൾ നന്നാരി സർബത്ത് റെഡി. അത് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം, അത് ഞാൻ പറയാൻ മറന്നു. എൻ്റെ കൂടെ അവൾക്കും പറയണമെന്നും പറഞ്ഞിട്ട് അവളും കൂടെ പറയുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് ഇതൊക്കെ. വെള്ളിയാഴ്ചത്തെ രാവിലെ മുതൽ രാത്രി വരെയുള്ള ഓരോ കാര്യങ്ങളും. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.